ഈസി ടേസ്റ്റി ക്വിസീനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ, ചെറിയ ചിക്കൻ ഫ്രൈ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി, അല്ല 1 കിലോ, എനിക്ക് 1.5 കിലോയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി കറി വെച്ചതാണ്. അപ്പം അതിൻ്റെ ബാക്കി ഇരുന്ന ചിക്കനിൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാം അമ്മമാരെല്ലാം അങ്ങനെയാണല്ലോ, കുറച്ച് നമ്മൾ കരുതി വയ്ക്കാറുണ്ടത്. അപ്പം അങ്ങനെ ഇരുന്ന ചിക്കനിൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. ഇതൊരു സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കുറച്ച്, വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ഇടാം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അത് കാശ്മീരിയാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കൂടുതൽ ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണും പെരുംജീരകം ഇടുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ, പിന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മതിയാവും. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിലൊരു കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി. കുറച്ച് പാല്, പിന്നെ ഒരല്പം വിനാഗിരി ഇല്ലേ, വിനാഗിരി ഒരു കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ ഇല്ലേ, ചെറുനാരങ്ങ കൊണ്ട് ഒഴിക്കാം. പിന്നെ അതുപോലെ പാലിന് തൈര് ഉപയോഗിക്കാം. തൈര് മാത്രം, അതിന് വിനാഗിരി വേണ്ട, തൈര് മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫിറോസിക്ക പറയുന്ന പോലെ റെസ്റ്റിന് വെക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. നല്ലപോലെ സോഫ്റ്റായി കിട്ടും കേട്ടോ ഈ പാലും വിനാഗിരിയും ഉപയോഗിക്കുമ്പം. അതുപോലെ ചെറുനാരങ്ങ ഒഴിച്ചാലും നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടേ. ഇതൊരു 10 തൊട്ട് 20 മിനിറ്റ് വരെ അങ്ങനെ ഇരിക്കട്ടെ. ഇത് 10 മിനിറ്റ് ആയപ്പോഴത്തേന് ഞാൻ വറക്കാൻ എടുത്തിട്ടുണ്ട്. അധികം നേരം വെക്കണമെന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ, 3 അല്ലെങ്കിൽ 2 ആയാലും മതി. 3 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എണ്ണ കുടിക്കില്ല, നമുക്ക് അധികം എണ്ണ വരികയും ചെയ്യും. നമ്മൾ എണ്ണ ചൂടാക്കിക്കട്ടെ. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേകും കേട്ടോ. റെഡി ആയി കഴിഞ്ഞു. എണ്ണ കുടിക്കത്തേ ഇല്ല. നമ്മൾ എത്ര എണ്ണ ഒഴിച്ചോ അത്ര എണ്ണ തന്നെ ഉണ്ട്. നമുക്ക് ഇതിന് എടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് വറുത്ത് കോരും. അതിനെ കാണിച്ചു തരാം. നമ്മൾ ഒഴിച്ച എണ്ണ ഏകദേശം അത്ര തന്നെ ഉണ്ട്. ഇത്രയും എണ്ണ ശരിക്കും വേണ്ട നമുക്ക്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചത് കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കില്ല, ഇത്രയും തന്നെ ഉണ്ടാവും ഏകദേശം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
എണ്ണ അധികം വേണ്ടി വരില്ല. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലും കോക്കനട്ട് ഓയിലും ഒരുമിച്ച് ചേർത്തേക്കണം. പിന്നെ പനിയൊന്നും വരാതെ എല്ലാവരും സൂക്ഷിക്കുക. ഒരു പനി കിട്ടി, അയ്യോ ഒരു 1.5 പനിയായിരുന്നു അത്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല. സംസാരിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ വീസിങ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നിന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.